നമസ്കാരം. പ്രമുഖ നടൻ മണിയൻപിള്ള രാജു ഉൾപ്പെട്ട കാർ അപകടത്തിൽ മ്യൂസിയം പോലീസിന് ക്ലീൻ ചിറ്റ് നൽകി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസുകാർക്ക് ബോധപൂർവമായ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് തന്നെ ഇടപെട്ടു എന്നുമാണ് സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അപകട വിവരം അറിഞ്ഞയുടൻ കൺട്രോൾ റൂം വാഹനവും മ്യൂസിയം പോലീസും സ്ഥലത്തെത്തി പരിക്കേറ്റവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനാണ് പോലീസ് മുൻഗണന നൽകിയത്. അപകടത്തിന് പിന്നാലെ രാത്രി തന്നെ 2 വട്ടം പോലീസ് മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തിയതിന് ദൃശ്യങ്ങൾ തെളിവായിട്ടുണ്ട്. അപകടത്തിന് ശേഷം താൻ പോലീസിനെ വിളിച്ചുവെന്ന നടന്റെ വാദം വിശ്വസനീയമല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ക്രൈംബ്രാഞ്ചിന്റെ ഉൾപ്പെടെയുള്ള സഹായം തേടിക്കൊണ്ട് മ്യൂസിയം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയത്. എന്തായാലും അതിലാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം കാർ അപകടത്തിന് പിന്നാലെ നടൻ മണിയൻപിള്ള രാജു നടത്തിയത് പോലീസിനെ പോലും വട്ടം ചുറ്റിച്ച തന്ത്രപരമായ നീക്കങ്ങളാണെന്ന് സൂചന. അപകടത്തിന് പിന്നാലെ രാജു ഒളിവിൽ പോയത് രക്തത്തിൽ മദ്യത്തിന്റെ അംശമുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയാത്ത അത്രയും സമയം പിന്നിടാനാണെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. അപകടം നടന്നയുടൻ തിരുവനന്തപുരത്തെ പ്രമുഖനായ ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയെയും പിന്നീട് ട്രിവാൻഡ്രം ക്ലബിലെ പ്രധാനിയെയും രാജു ഫോണിൽ വിളിച്ചതായി വിവരമുണ്ട്. ഇതിന് പിന്നാലെ ഫോൺ ഓഫ് ചെയ്ത് അപ്രത്യക്ഷനായ അദ്ദേഹം പോലീസിന് തന്നെ കണ്ടെത്താൻ കഴിയാത്ത വിധം ഒളിവിൽ കഴിയുകയായിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ പോലീസിനെ രാജു പൂർണ്ണമായും ചതിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അപകടം നടന്ന രാത്രി തന്നെ മണിയൻപിള്ള രാജുവിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അദ്ദേഹം വീട്ടിലില്ലെന്ന മറുപടി നൽകി പോലീസ് മടങ്ങുകയായിരുന്നു. അപകടം നടന്ന രാത്രി 2 വട്ടം പോലീസ് വീട്ടിലെത്തിയെങ്കിലും താരം അവിടെ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ മാത്രമാണ് രാജു പോലീസിനെ വിളിച്ചതും സ്റ്റേഷനിൽ ഹാജരായതും. വൈദ്യപരിശോധന വൈകിപ്പിക്കാൻ നടത്തിയ ഈ നീക്കത്തിലൂടെ ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും വിമർശനമുയരുന്നു. ഇനി കേസിൽ പോലീസിന് ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ 8 മണിക്കൂർ നിർണായകമാണ്. ആ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മണിയൻപിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. 12-ാം മണിക്കൂറിലാണ് അദ്ദേഹത്തിന് വൈദ്യപരിശോധന നടത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ മണിയൻപിള്ള രാജു കേസിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും, ഇനി മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ. എന്നാലും രാജുവിനെ രക്ഷിക്കാൻ പോലീസ് ബോധപൂർവ്വം ശ്രമിച്ചുവെന്ന ആക്ഷേപം ശക്തമായതോടെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്നാൽ രാജു പോലീസിനെ വിളിച്ചുവെന്ന വാദത്തെ റിപ്പോർട്ട് തള്ളിക്കളയുന്ന സാഹചര്യമാണുള്ളത്. അപകടത്തിന് പിന്നാലെ കാർ ഒളിപ്പിച്ചതും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും അന്വേഷണത്തെ വഴിതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസിന്റെ വീഴ്ചയല്ല, മറിച്ച് പ്രതിയുടെ തന്ത്രപരമായ ഒളിച്ചോട്ടമാണ് വൈദ്യപരിശോധന വൈകാൻ കാരണമായതെന്നാണ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. ദുബായ് കേന്ദ്രീകരിച്ച് ബിസിനസ് ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ നന്ദുവിന്റെ ഏക മകൻ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ മകന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച ടെന്നീസ് ടൂർണമെന്റിന്റെ ഗംഭീര ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ക്ലബിൽ അരങ്ങേറിയത്. ഈ ആഡംബര പാർട്ടിയിൽ മദ്യവും വിളമ്പിയിരുന്നെന്നാണ് സൂചന. വിരുന്നിന് ശേഷം ക്ലബിൽ നിന്നും കാറിൽ പുറത്തിറങ്ങിയ നടൻ മണിയൻപിള്ള രാജു നിമിഷങ്ങൾക്കകം ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നന്ദുവിന്റെ മകൻ വാഹനാപകടത്തിൽ മരിച്ചതിന്റെ ഓർമ്മയ്ക്കായി നടത്തിയ ചടങ്ങിൽ പങ്കെടുത്തിറങ്ങിയ അതേ ആൾ തന്നെ മറ്റൊരു വാഹനാപകടം ഉണ്ടാക്കി 2 യുവാക്കളുടെ ജീവിതം വലിയ രീതിയിൽ പരിക്കുകൾ പറ്റിച്ചു എന്നുള്ളത് വലിയ വിരോധാഭാസം തന്നെയാണ്. എന്തായാലും അപകടത്തിന് ശേഷം മ്യൂസിയം പോലീസ് കാണിച്ച അമിത മര്യാദയ്ക്ക് പിന്നിൽ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ രാജുവിന്റെ കള്ളം പറച്ചിലുകൾ പോലീസിനെ തന്നെ വെട്ടിലാക്കിയ സാഹചര്യത്തിൽ ആകെ മൊത്തത്തിൽ മണിയൻപിള്ള രാജുവിന് തന്നെ അനുകൂലമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.